ഒരേ സമയം യുഎസിനും ഇസ്രായേലിനുമെതിരെ ആക്രമണവുമായി യമനിലെ സായുധ ഗ്രൂപ്പായ ഹൂതികൾ ഇസ്രായേലിലെ ബെൻ ഗുരിയോൺ എയർപോർട്ടിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടു. വിജയകരമായി ഹൂതികൾ ലക്ഷ്യം നേടിയതായി ഹൂതി സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരി ചൊവ്വാഴ്ച അവകാശപ്പെട്ടു. സൈറനുകളും സ്ഫോടനങ്ങളും ജെറുസലേമിലും ടെലവീവിലും മധ്യ ഇസ്രായേലിലും മുഴങ്ങി. യമനിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈൽ തകർത്തതായി ഇസ്രായേലും അറിയിച്ചു. അടിച്ചമർത്തപ്പെട്ട ഫലസ്തീൻ ജനതയെ പിന്തുണച്ചുകൊണ്ട് അവരുടെ ധീരമായ മഹത്തായ പ്രതിരോധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹൂതി മിസൈൽ സേന ബെൻ ഗുരിയോൺ എയർപോർട്ടിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി. 2 മിസൈലുകളാണ് ഇസ്രായേലിന് നേർക്ക് തൊടുത്തുവിട്ടത്. ഒന്ന് സുൽഫിക്കർ ബാലിസ്റ്റിക് മിസൈലും രണ്ടാമത്തേത് ഹൈപ്പർസോണിക് ഫലസ്തീൻ 2 മിസൈലും ഹൂതികൾ അറിയിച്ചു. ഹൂതി മിസൈലുകൾ ഇസ്രായേലിലേക്ക് പാഞ്ഞതോടെ സൈറനുകൾ മുഴങ്ങി. ഇസ്രായേൽ ജനത ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടിയതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണം നടന്നതായി ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചിട്ടുണ്ട്. മിസൈലുകളെ എയർ ഡിഫൻസ് സംവിധാനം വിജയകരമായി പ്രതിരോധിച്ചതായും സേന വ്യക്തമാക്കി. രാജ്യാതിർത്തി കടക്കുന്നതിന് മുമ്പ് തന്നെ മിസൈലുകൾ വെടിവെച്ചിട്ടതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. പ്രതിരോധിച്ചതിനെ തുടർന്ന് മിസൈൽ അവശിഷ്ടങ്ങൾ താഴേക്ക് പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ആക്രമണത്തിൽ ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആക്രമണത്തെ തുടർന്ന് മധ്യ ഇസ്രായേലിലും ജെറുസലേമിന് സമീപമുള്ള ജൂത സെറ്റിൽമെൻറ്റുകളിലും സൈറൻ മുഴങ്ങി. കഴിഞ്ഞ ആഴ്ച മുതൽ ഇതുവരെ 6 തവണയാണ് ഇസ്രായേലിലേക്ക് ഹൂതികൾ ആക്രമണം നടത്തിയത്. ഇസ്രായേൽ ഗസയിൽ ആക്രമണം തുടങ്ങിയതോടെയാണ് ഇസ്രായേൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്ന് യമൻ സായുധ ഗ്രൂപ്പ് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയത്. അതിനിടയിൽ യമനിൽ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് യുഎസും ആക്രമണം നടത്തി. ഇതോടെ 4 വശത്തു നിന്നും ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ഹമാസും ഹൂതികളും ഹിസ്ബുള്ളയും ഇസ്രായേലിനെ ആക്രമിക്കുന്നു. മാർച്ച് 23-നും ഹൂതികൾ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് കനത്ത ആക്രമണമാണ് നടത്തിയത്. ഹൂതികൾ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകളാണ് തൊടുത്തുവിട്ടത്. ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ മധ്യനഗരങ്ങളിൽ ഉടനീളം സൈറനുകൾ മുഴങ്ങിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മിസൈലിനെ പ്രതിരോധിച്ചതായി റിപ്പോർട്ടുകൾ വന്നു. എന്നാൽ ആക്രമണത്തെ തുടർന്ന് ബെൻ ഗുരിയോൺ എയർപോർട്ടിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രായേലിനെ ലക്ഷ്യമിടുമെന്നാണ് ഹൂതികളുടെ ഭീഷണി. ഹൂതി കേന്ദ്രങ്ങളെ തകർക്കാനാണ് യമനിൽ യുഎസ് അപ്രതീക്ഷിത ആക്രമണം നടത്തിയത്. ഈ ആക്രമണം യുഎസിനും ഇസ്രായേലിനും വലിയ തിരിച്ചടിയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇസ്രായേൽ ലക്ഷ്യമിട്ടും ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന യുഎസിൻ്റെ യുദ്ധക്കപ്പൽ ലക്ഷ്യമിട്ടും ഹൂതികൾ തുടർച്ചയായി ആക്രമണം നടത്തുകയാണ്. യമനിലെ ഹൂതി വിമതരെ ഉന്മൂലനം ചെയ്യുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഹൂതി ലക്ഷ്യങ്ങളിൽ യുഎസ് വീണ്ടും കനത്ത വ്യോമാക്രമണം നടത്തിയതിനു ശേഷം ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടായ ട്രൂത്ത് സോഷ്യലിലാണ് ഭീഷണി മുഴക്കിയത്. വ്യോമാക്രമണം അപരിഷ്കൃതരായ ഹൂതികൾക്ക് കനത്ത നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തതായി ട്രംപ് അവകാശപ്പെട്ടു. ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്നും ട്രംപ് അറിയിച്ചു. ഗസയിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഹമാസും തിരിച്ചടിച്ചു തുടങ്ങി. ഗസയിൽ സിവിലിയന്മാർക്കെതിരെ സയനിസ്റ്റ് ഭരണകൂടം നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് ആക്രമണമെന്ന് ഹമാസ് പ്രതിനിധികൾ അറിയിച്ചു. തെക്കൻ ഗസയിൽ നിന്ന് 3 മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. ഒരു മിസൈൽ വ്യോമസേന തടഞ്ഞുവെന്നും മറ്റ് 2 തുറന്ന പ്രദേശങ്ങളിൽ വീണെന്നും സൈന്യം കൂട്ടിച്ചേർത്തു. ഈ ആഴ്ച ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ടെലവീവിൽ ബോംബാക്രമണം നടത്തിയതായി ഹമാസ് പറഞ്ഞു. ജനുവരിയിൽ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് ശേഷം ഗസയിൽ നിന്നുള്ള ആദ്യത്തെ റോക്കറ്റ് ആക്രമണമാണിത്. ചൊവ്വാഴ്ച ഇസ്രായേൽ വ്യോമാക്രമണം ആരംഭിച്ചതിന് 1 ദിവസത്തിന് ശേഷമാണ് കരയാക്രമണം പുനരാരംഭിച്ചത്.